ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാം. ക്രിസ്പി പൂരി ഭാജി. ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ചേരുവകളും കൂടെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ആട്ട എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവയും കൂടെ ചേർക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി റവയും കൂടെ ഇടാം. ഇതിലേക്ക് ഒരു നുള്ളുപ്പിടണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർക്കാം. ഇനി ഇതൊരു 10 മിനിറ്റെങ്കിലും ഒന്ന് അടിച്ച് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബാജി റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ബാജി റെഡിയാക്കാൻ വേണ്ടി 2-3 ഉരുളക്കിഴങ്ങ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 3 വിസിലാകുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കരിവേപ്പിലയും കൂടി ഇടാം. പിന്നെ ഉപ്പും മഞ്ഞൾ ഇതെല്ലാം ചേർത്ത് ഒരു ഗ്ലാസോളം വെള്ളം ഞാൻ വെക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ഭാജി ഒന്ന് താളിക്കാനായിട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. 2-3 വറ്റൽ മുളകും ഗ്രാമ്പും കൂടെ ഇടാം. ഇനി 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് ഉടച്ചെടുക്കാം. ഉഴുന്നുപരിപ്പൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഭാജി തട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം. 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർക്കാം. വേറെ മസാലകളൊന്നും നമ്മൾ ഇതിലേക്ക് ഇടുന്നില്ല. പച്ചമുളക് മാത്രം ചേർത്തിട്ടുള്ള നേരത്തെ നന്നായിട്ടൊന്നും കൂടി തിളച്ച് വന്നതിന് ശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്യും. ഇനി ഈ മാവ് ഓരോന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇത് ഓരോന്ന് നന്നായിട്ട് പരത്തി എടുത്തിട്ട് ഒരു ഷേപ്പിന് വേണ്ടി ഒരു ചെറിയ പാത്രത്തിന് അടുപ്പ് വെച്ച് കട്ട് ചെയ്യും. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് റവയും കൂടി ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടും. 2 സൈഡ് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഈ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ക്രിസ്പി പൂരി ഭാജി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി വേറെ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.